ഇന്ന് ജുവലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഡ്രസ്സും കേക്കും ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഹായ് ഫ്രണ്ട്സ്, ആലിസ് ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാത്രി 12 മണിക്കാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. രാത്രി 12 മണിയായപ്പോൾ ജുവലിനെ വിളിച്ച് വിഷ് ചെയ്തു. അതിനുശേഷം കേക്ക് കട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. മധുരമുള്ള അട്ടയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്, പാലപ്പം. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് ചിക്കനൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചു. പിന്നെ നമ്മൾ സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് ബിരിയാണി വയ്ക്കുന്ന പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചിക്കൻ കറി വയ്ക്കാനുള്ള പച്ചമുളക്, ഇഞ്ചി അതൊക്കെ മിക്സിയിൽ അരച്ചെടുത്തു. അതിനുശേഷം അത് പാനിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് അരപ്പാക്കി എടുക്കാനായിട്ട് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം വേവിക്കാം. അധികം വേകരുത്. അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് വെച്ചിരുന്നത്. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളവും തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അരി കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വെച്ചു. അതിനുശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് ആവശ്യത്തിന് വേവുണ്ടായിരുന്നു. ആവശ്യത്തിനൊക്കെ വെന്തിരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ നമ്മുടെ ചാമ അരിയില്ലേ, മില്ലറ്റ്, അതുകൊണ്ട് പുഡിംഗ് ഉണ്ടാക്കി. അതിനായി ചാമ അരി വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കുതിർത്തിയെടുത്തു. അതിനുശേഷം മിക്സിയിലടിച്ചു. അത് നമ്മുടെ പാനിൽ വെച്ച് പാലും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തു. അതിനുശേഷം തണുക്കാനായി വെച്ചു. നന്നായി കുറുകി വന്ന ശേഷം അത് തണുക്കാനായിട്ട് വെച്ചു. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചാമയരിയും പാലും മിൽക്ക് മെയ്ഡ്, പിന്നെ നട്ട്സ്. പഞ്ചസാര ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. മിൽക്ക് മെയ്ഡാണ് ഇതിന് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. മിക്സിയിൽ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടാണ് നമ്മൾ പുഡിങ് റെഡിയാക്കുന്നത്. കുറുക്കിയെടുത്തത് നമ്മൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തു. വളരെ പോഷകസമൃദ്ധമായ ഒരു പുഡിങ്ങാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം ഞാൻ അത് സെറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മളുടെ ബീൻസ് എന്ന് പറയുന്ന ചെറിയ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബിസ്ക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് നിരത്തി കൊടുക്കും, ഇടയ്ക്കിന്. ആദ്യം ഞാൻ ഈ പാത്രത്തിൽ ബിസ്ക്കറ്റ് ഇതുപോലെ നിരത്തിയിട്ടു. അതിനുശേഷം നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചാമാരി കുറുക്കിയത് നന്നായി കട്ടയായിട്ടിരിക്കുകയായിരുന്നു. അത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു.
അതിനുശേഷം അതിൻ്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളൊന്ന് സ്പൂണ് കൊണ്ട് നിരപ്പാക്കിയ ശേഷം അതിലേക്ക് വീണ്ടും ബിസ്ക്കറ്റ് നിരത്തി കൊടുത്തു. വീണ്ടും നട്ട്സ് അങ്ങനെ അടക്കിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വച്ചു. നട്ട്സും ക്രിസ്മസും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജുവല് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ബാംഗ്ലൂരിൽ നിന്ന് തലേ ദിവസം വന്നു. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.